ഹലോ ഫ്രണ്ട്സ്, ഞാനെന്നുള്ള വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രമാണ്. നമ്മൾ ഈ കാണുന്നത് 4 STS ക്രെയിൻ തലയുയർത്തി നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ട്രഡ്ജ് ചെയ്യേണ്ട ഓസ് നമുക്കിവിടെ കാണിക്കും. ട്രഡ്ജിങ് മെഷീനും അതാ അവിടെ ഉണ്ട്, അതും നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ സ്ഥിരം പറയാറുള്ളതുപോലെ ട്രഡ്ജ് ചെയ്ത നാച്ചുറൽ സാൻഡും വാട്ടറും തിരിച്ച് കടലിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് വാട്ടറിൻ്റെ പോലെ തന്നെ ഒരു ബാരക്കേഡ് ഇവിടെ നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് നിർമ്മിക്കുകയുണ്ടായത്. ഈ സൈഡിൽ നമുക്ക് കാണാവുന്നതുപോലെ അത് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അതായത് 800 മീറ്ററും അത് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഡ്രഡ്ജിങ് നടത്തിയാൽ മാത്രം മതി. ഡ്രഡ്ജിങ് നടത്തിയാൽ ഈ പറയുന്ന ഭാഗം കടലിലേക്ക് ഒലിച്ചു പോകില്ല. അതിൻ്റെ പണികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ പോർട്ടിനകത്തുള്ള, അതായത് നമ്മുടെ യാർഡിനടുത്തുള്ള സ്ഥലങ്ങളും കാണാൻ സാധിക്കും. നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഈ ഡ്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ യാർഡ് ക്രിയേറ്റ് ചെയ്ത് ബെർത്തിനോട് ചേർന്നിട്ടുള്ള യാർഡ് എക്സ്റ്റൻഷൻ നടക്കുന്നത് ഈ മണൽ ഉപയോഗിച്ചാണ്. ഡ്രഡ്ജിങ്ങിൻ്റെ എൻഡ് പോർഷൻ നമുക്കിവിടെ നിന്നാൽ കാണാവുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മളീ കാണുന്ന ഡ്രഡ്ജിങ് ഏറ്റവും അടുത്തുള്ള വിഷ്വലിൽ നിന്നാണ് കാണുന്നത്. സൂമൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് ഡ്രഡ്ജിങ് കാണാൻ പറ്റും. ഡ്രഡ്ജിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മളീ കാണുന്നത്. ഇത് ഇവിടെയാണ് യാർഡിൻ്റെ ഈ പോർഷൻ ഫില്ല് ചെയ്തെടുക്കാനുള്ളത്. STS ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതാണ് ഡ്രഡ്ജിങ് പോർഷൻ. ഇവിടെ ഇത്രയും പോർഷനാണ് നമുക്ക് യാർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ പോർഷനും ഇത് ആ വർക്കെല്ലാം കംപ്ലീറ്റഡ് ആണ്. ഒരിടത്തും ഒരു പെൻഡിങ്ങും നമ്മളെ വർക്കിലില്ല. എല്ലാ വർക്കും വളരെ ഫാസ്റ്റായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ പോർഷൻ, അതായത് നമ്മൾ ഈ ബെർത്തിനോട് ചേർന്ന ഈ പോർഷൻ നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും പോർഷൻ നമുക്ക് യാർഡ് കംപ്ലീറ്റ് ചെയ്യണം. അത് വളരെ വേഗം തന്നെ ഡ്രഡ്ജ് ചെയ്ത് പണികളെല്ലാം വളരെ സ്പീഡിൽ തന്നെയാണ് മുന്നേറുന്നത്. ഡ്രഡ്ജ് ചെയ്ത മണലൊക്കെ ധാരാളമായി കൂട്ടിയിട്ടിരിക്കുന്നതും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതാണ് ഡ്രഡ്ജ് ചെയ്ത പോർഷൻ. ഡ്രഡ്ജിങ് അവിടെ നടക്കുവാണ്. ഹൈ പ്രഷറിൽ വെള്ളം വരുന്നത്, നമുക്ക് വെള്ളവും മണലുമായിട്ട് ചേർന്ന് വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇത്രയും ഹൈ പ്രഷറിലാണ് വെള്ളവും മണലുമായിട്ട് വരുന്നത്. അതും നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഡ്രഡ്ജിങ് മെഷീനും കാണാം. വളരെ അടുത്തുനിന്നുള്ള വ്യൂ ആണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യുന്നത്. സൂം ഔട്ടും ചെയ്യേണ്ട, സൂമിങ് ചെയ്യാതെ തന്നെ എടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഈ വശത്ത് കാണുന്ന വ്യൂ. കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയൊരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മൾ കാണുന്ന ഒരു പടുകൂറ്റൻ ഡ്രഡ്ജിങ് മെഷീനാണ്. ഉണ്ടോ, അത് ബോട്ടാണെങ്കിൽ ഇതൊരു വലിയ കപ്പലും തന്നെ പറയേണ്ടി വരും, അത്ര വലിപ്പമാണ് ഇതിനുണ്ടോ. ഇതാണ് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് വിഴിഞ്ഞത്ത്. ഇപ്പോൾ കുറേ പ്രേക്ഷകർ പറയുണ്ടായി, അതെന്തുകൊണ്ട് പറഞ്ഞില്ല, അത് ഞാൻ കണ്ടുണ്ടായിരുന്നു. അത് നമ്മുടെ അപ്ഡേഷൻ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ച വിട്ടുപോയി. അതാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. വളരെ വലിപ്പമേറിയതാണ്. നമ്മൾ ആ ചെറിയ ഡ്രഡ്ജിങ് മെഷീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉണ്ടോ, വലിയ സൈസാണിതിന്. ഇനി നമുക്കിനി പോകേണ്ടത്, നമുക്ക് എൻഡ് ഓൺ ഡംപിങ് ആണ് പോകുന്നത്. നമ്മളെ ബ്രേക്ക് വാട്ടറിൻ്റെ പൊസിഷൻ ബാർജ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്പ്ലിറ്റ് ബാർജ് സ്റ്റോണുമായിട്ട് വരുന്നുണ്ട്, അത് കാണാൻ സാധിക്കും. അത് മാത്രമല്ല എൻഡ് ഓൺ ഡംപിങ്, അവിടെ ലോറികളായിട്ട് സ്റ്റോണ് കൊണ്ടുപോയിട്ട് എൻഡ് ഓൺ ഡംപിങ് ചെയ്യുന്ന വീഡിയോ നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട്, ആ പൊടിയൊക്കെ നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് എൻഡ് ഓൺ ഡംപിങ് നടക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായി ലോറികളായി വെയിറ്റ് ചെയ്യുന്നൊരു സ്റ്റോണുമായിട്ട്. അതിൻ്റെ തൊട്ടടുത്തായി നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ ഇഞ്ചിൻലെസ് ബാർജ് അവിടെ സ്റ്റോണുമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും സ്റ്റോണ് എസ്കലേറ്റർ എടുത്ത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. അതും അവിടെ ആയിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ 2 ഇഞ്ചിൻലെസ് ബാർജാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും നമ്മൾ വരുമ്പോൾ 2 ഇഞ്ചിൻലെസ് ബാർജ് ഇവിടെയും, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 2 ഇഞ്ചിൻലെസ്, ഏതാണ്ട് 4 ഇഞ്ചിൻലെസ് ബാർജും ഒരു 3-4 സ്പ്ലിറ്റ് ബാർജും നമുക്കിവിടെ കാണാവുന്നതാണ്. ധാരാളം എക്സ്കവേറ്റർ ഒരേ സമയം ഡേ നൈറ്റ് വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കുന്നത്. ഇവിടെ എല്ലാം വർക്ക് പുരോഗമിക്കുകയാണ്. അതായത് വളരെ ദൂരെയായിട്ടൊരു സ്പ്ലിറ്റ് ബാർജും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഈ വ്യൂവിൽ നിന്ന് കിട്ടുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കോൺക്രീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിനി ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതിനുള്ള ക്രെയിൻ നമ്മൾ കണ്ടില്ല, അത് നോക്കട്ടതാ. നമ്മളീ കാണുന്ന ഇതുപോലെയാണ്, അത് ആ ഒരു പച്ച കളറാണ്, വളരെ ഹൈറ്റ് ഉള്ളത്. അത് ആക്രോപോഡ് ഫില്ല് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഒരു സൈഡ് ആക്രോപോഡ് ഫില്ല് ചെയ്തിരിക്കുന്നു. ഇത്രയും പോർഷൻ മാത്രമാണ് നമുക്കിനി ആക്രോപോഡ് ഫില്ല് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ സൈഡും ആക്രോപോഡ് ഫില്ല് ചെയ്ത് വരുവാണ്. അപ്പോൾ ആക്രോപോഡിൻ്റെ പണികളും വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബെർത്തിൻ്റെ പോർഷനാണ് നമ്മളീ കാണുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ ശ്രദ്ധേയമായിട്ടുള്ള വ്യൂ. നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും പിന്നെ നമ്മുടെ പോർട്ടിനകത്ത് ബെർത്തിനകത്ത് വന്ന മാറ്റങ്ങൾ, പിന്നെ യാർഡിനകത്ത് വന്ന മാറ്റങ്ങൾ,
ക്രൈൻ ഇൻസ്റ്റാളേഷൻ, ക്രൈൻ മൂവിങ്, ക്രൈൻ്റെ എഫിഷ്യൻസി ടെസ്റ്റിങ്, ഇതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഈ വശത്തു നിന്ന് ആദ്യമായിട്ട് കാണാൻ പറ്റുന്ന നമ്മുടെ നാച്ചുറൽ സ്റ്റോണുമായിട്ട് ലോറികൾ കടന്നു പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് PO ബിൽഡിങ്ങിൻ്റെ മുൻവശ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. വ്യക്തമായിട്ട് നമുക്ക് PO ബിൽഡിംഗ് കാണാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ സ്ഥിരം പറയാമെന്നുള്ളതുപോലെ കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ E01 വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന വ്യൂവിലാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് PO ബിൽഡിങ്ങിൻ്റെ മേൾവശമാണ്. നമുക്ക് നിരനിരയായിട്ട് നമ്മൾ കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ E01 നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അദാനി എന്നുള്ള ബാഡ്ജിങ്ങും 41T എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും ZBMZ എന്ന് പറഞ്ഞത് അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. തൊട്ട് താഴെ കണ്ടെയ്നേഴ്സും ധാരാളമായി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാരണം നല്ല വ്യൂ എന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വളരെ ഹൈറ്റിൽ നിന്നുള്ള വ്യൂ ആണ്. അതുമാത്രമല്ല, E0 മാത്രമല്ല D01 നമുക്ക് കാണാൻ പറ്റും. തൊട്ട് താഴെ ബാഡ്ജിങ് നമുക്കുണ്ട്. അതുമാത്രമല്ല, സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് കുറച്ച് നല്ല വ്യൂയിലേക്ക് പോകാം. പ്രൈം ഓവേഴ്സ്, ഒരു 10 പ്രൈം ഓവേഴ്സോളം നമ്മളെ മുന്നിൽ കാണാൻ പറ്റുന്ന വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ സ്ഥിരം വീഡിയോയിൽ പറയുന്ന പോലെ ആ നാച്ചുറൽ സ്റ്റോണിൻ്റെ ഒരു മലയെന്ന് വിശേഷിപ്പിക്കുന്നത് വളരെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെയധികം കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് ഓൺ ഡംപിങ്ങിനും അതുമാത്രമല്ല ബെർത്തിൻ്റെ സൈഡിലേക്കുള്ള നമ്മൾ പറയുന്ന ആ ഡ്രഡ്ജ് ചെയ്ത മണലും വെള്ളവും കടലിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ബാരിക്കേഡ് ഉണ്ട്. അതിന് വേണ്ടി നാച്ചുറൽ സ്റ്റോൺ വളരെ അധികം കൊണ്ടുപോകുന്നുണ്ട്. 100 കണക്കിന് നാച്ചുറൽ സ്റ്റോണാണ് നമുക്ക് റോഡ് മാർഗം നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ഭാഗത്തു നിന്നാണ്. പക്ഷെ നമുക്കിന്ന് അകത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. കണ്ടെയ്നേഴ്സ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ധാരാളം സ്റ്റാഫുകൾ പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. പിന്നെ അതുമാത്രമല്ല, ഷിഫ്റ്റ് ഷോർ ക്രെയിനിൻ്റെ 4 ഷിഫ്റ്റ് ഷോർ ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു ബൂം ഉയർത്തി വെച്ചിരിക്കുന്നതും നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 2 ടഗ് ബോട്ടുകളും നമ്മളെ മുന്നിൽ തന്നെയുണ്ട്. അതും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂവിലാണുള്ളത്. പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ളത്, ബെർത്ത് ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരെ കാണാൻ പറ്റുള്ളൂ. യാർഡിൻ്റെ പോർഷൻസ് വ്യക്തമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓരോ നമ്മുടെ കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ 11 ക്രെയിനാണ് ഉള്ളത്. ടോട്ടൽ 15 ക്രെയിനിൽ 11 ക്രെയിനാണ് നമുക്ക് കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ. അത് നിരയായിട്ട് നിർത്തിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് മൂവ്മെൻറ്റും ഉണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ വന്ന സമയത്ത് ലഞ്ച് ബ്രേക്ക് ആയ കാരണമാണ് ഇത് എഫിഷ്യൻസി ടെസ്റ്റ് ഇപ്പോൾ നടക്കാത്തത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് പോകും. ഇത്രയും വലിയ ക്രെയിനാണെന്ന് തൊട്ട് അടുത്ത് വരുമ്പോഴാണ് നമുക്ക് ആ ഫീൽ ആകുന്നത്. അതുമാത്രമല്ല, ബ്രേക്ക് വാട്ടറിൻ്റെ പണികളും വളരെ വേഗത്തിലാണ് നടക്കുന്നത്. നമുക്കിവിടെ അടുത്ത് വരുമ്പോഴാണ് ഇത്രയും സ്പീഡിലാണ് ഈ വർക്കുകളെല്ലാം നടക്കുന്നത്. പക്ഷെ നമ്മളെ വീഡിയോയിൽ എപ്പോഴും ഇൻഫോം ചെയ്തുകൊണ്ട് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് വർക്കുകളെല്ലാം വളരെ വേഗത്തിലാണ് മുന്നേറുന്നത്. അത് നമുക്കിവിടെ ഒന്ന് അകത്ത് കയറുമ്പോഴും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന വിഷ്വലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയൊക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വളരെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഉണ്ടോ? ഇപ്പം നമ്മൾ ഈ കാണുന്ന യാർഡിൻ്റെ വശമാണ് നമ്മൾ ഈ കാണുന്നത്. അതുമാത്രമല്ല, നമ്മുടെ കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ D01 മൂവ് ചെയ്യുന്നത് നമുക്ക് തൊട്ടടുത്ത് നിന്ന് തന്നെ കാണാൻ പറ്റും. ഉണ്ടോ? വളരെ സാവധാനത്തിലാണ് അത് മൂവ് ചെയ്യുന്നത്. നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും അത് മൂവ് ചെയ്യുന്നത്. ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് മൂവിങ് നടക്കുന്നത്. ഞാൻ ക്ലോസ് ആയിട്ട് എടുക്കുകയാണ്. കേട്ടോ, അത് വളരെ സാവധാനം മൂവ് ചെയ്യുകയാണ്. ഇതിൻ്റെ വർക്കിംഗ് പ്രൊസീജിയറൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അത് അതിൻ്റെ ഒരു അവസരം കിട്ടിയാൽ നമുക്ക് ആ വർക്കിംഗ് എഫിഷ്യൻസി എന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ടഗ് ബോട്ടുകൾ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ് ഞാനുള്ളത്. പിന്നെ നമ്മൾ ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും നമുക്ക് ചെറുതായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഷിഫ്റ്റ് ഷോർ ക്രെയിനിൻ്റെ ഈ പറയുന്ന ബോട്ടം ഭാഗവും നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മളെ ഈ ഭാഗത്തു നിന്നുള്ള വിഷ്വൽസ്. നമ്മൾ സ്ഥിരം പറയാമെന്നുള്ളതിൽ നാച്ചുറൽ സ്റ്റോണെല്ലാം തരം തിരിച്ച് ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അത് നമ്മളെ ഇഞ്ചിൻലെസ് ബാർജിലും സ്പ്ലിറ്റ് ബാർജിലും ലോറികളിലുമായിട്ട് എൻഡ് ഓൺ ഡംപിങ്ങിന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇവിടെ തരം തിരിച്ചിട്ടുള്ളത്. അത് ഏറ്റവും അടുത്തു നിന്നുള്ള വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. ഉണ്ടോ? ഇത്രയും അടുത്ത് കാണാൻ സാധിക്കും നമുക്ക്. കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ E01 ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അടുത്തുള്ള വിഷ്വലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബെർത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ എല്ലാവരും പോയ കാരണം ടെസ്റ്റ് മൂവ്മെൻറ്റ് നമുക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അറിയാൻ സാധിച്ചേനെ. എന്നാലും നമുക്ക് ഇത്രയും അടുത്തൊരു വ്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കേട്ടോ,
കാൻഡിലിവർ റൈൻമൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ E01 ZBMC അദാനി 41T ഇതുവരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ബർത്തിനകത്ത് ക്രമീകരണങ്ങൾ നടന്നിട്ടുള്ളത്. ഇത്രയും വീതിയുണ്ട് ഇതിനുണ്ടോ. ഇത് ഇവിടെയും ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്, ഇത് ഇവിടെയും കോൺക്രീറ്റ് ബ്ലോക്കുകളാണ് വെച്ചിട്ടുള്ളത് ഉണ്ടോ. ഇങ്ങനെയാണ് കണ്ടെയ്നേഴ്സ് ഫില്ല് ചെയ്യുന്നത് ഇതിനകത്ത് ഉണ്ടോ. നല്ലൊരു വ്യൂവും വിഷ്വലുമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാ നമുക്ക് കുറച്ച് നടന്ന് നോക്കാം. ഇതെല്ലാം യാർഡിൻ്റെ പോർഷനാണ് നമ്മളീ കാണുന്നത്. നമ്മൾ പണ്ട് പറഞ്ഞ പോലെ, പണ്ടെന്ന് പറയാൻ കുറച്ച് മുന്നേ ഇവിടെ ബങ്കേഴ്സിൻ്റെ വീഡിയോ എന്നൊക്കെ, ഇതാ ബങ്കേഴ്സൊക്കെ പണി തൊട്ടടുത്തുനിന്നുള്ള വിഷ്വലാണ്. നമ്മൾ ബങ്കേഴ്സിൻ്റെ പണിയൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. എല്ലാം ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയുന്നതാണ്. നമുക്കിതിൻ്റെ ഇടയിൽ കൂടി ഒരു റോഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ട്രക്ക് മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പിന്നെ റോഡാണെന്നാണ് തോന്നുന്നുണ്ടോ. 2 ഐറ്റം ക്രെയിൻ. ഇപ്പോൾ നമുക്ക് ഈ ക്രെയിനെല്ലാം കാണാൻ സാധിക്കും. E01 D01 കാണും ഉണ്ടോ. ഇങ്ങനെ ഇനി അപ്പുറത്തൊരു നിരയുണ്ട്. ഇങ്ങനെ 3 നിരയാണ് യാർഡ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്തോട്ട് ലോറി 1-2 ലോറികൾക്ക് യഥേസമയം പാസ് ചെയ്യാൻ കണക്കാക്കിയുള്ള റോഡാണ് നമ്മൾ ഈ കാണുന്നത്. ഏറ്റവും അടുത്തു നിന്നുള്ള വിഷ്വലാണ് ഇത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം യാർഡിൻ്റെ വശമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതെല്ലാം സെൻസേഴ്സ് ആയിരിക്കും, ഓട്ടോമാറ്റിക് സെൻസേഴ്സാണ്. പക്ഷെ ഇവിടെ ആരും കാണാൻ സാധിച്ചില്ല. കാണാനുണ്ടായിരുന്നെങ്കിൽ അവരുടെയൊക്കെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിക്കായിരുന്നു. ഇതാണ് നമ്മൾ ഇത് മൂവ് ചെയ്യുന്നത്. ഈ ഒരു ഇങ്ങനെ ഉപയോഗിച്ചിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. മൂവിങ് ഇപ്പോൾ ഇതിൽ നടക്കുന്നില്ല ഉണ്ടോ. ഇതിൻ്റെ ടയർസ് എല്ലാം പാളത്തിൻ്റെയൊക്കെ വർക്ക് ഇങ്ങനെയാണ് ഉണ്ടോ. ഇതിങ്ങനെയാണിത് മൂവ് ചെയ്യും. ഇത്രയും വീതിയുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വീതി നമ്മൾ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളൂ. ഇത്രയും വീതി, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്, വലിയ ഗ്യാപ്പാണ് നമ്മൾ കാണുന്നത്. പക്ഷേ വളരെ ദൂരെ നമുക്ക് ആ ഗ്യാപ്പ് അറിയാൻ പറ്റില്ല. പക്ഷെ അടുത്ത് വരുമ്പോഴാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ. വളരെ വലിയ ഗ്യാപ്പാണ് ഇതിനകത്തുള്ളത്. ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിന് തന്നെയാണിത്. നമ്മളെ മുന്നിൽ കാണുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനാണ്. ഇപ്പോൾ നമ്മളെ മുന്നിൽ കാണുന്നത് ഇതാ സീരിയൽ നമ്പർ D01 ആണ്. E01 D01 C01 ഇങ്ങനെ 3 സീരിയലിലാണ് ക്രെയിന് ഇവിടെ നിൽക്കുന്നുള്ളത്. ഇതാണ് നമ്മുടെ വിഷ്വല്. വ്യക്തമായിട്ട് നമുക്ക് യാർഡ് കാണാൻ പറ്റും. പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ദൂരെ നിന്ന് പറഞ്ഞതുപോലെ കംപ്ലീറ്റേഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞ് കറക്റ്റാണ് കേട്ടോ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് യാർഡിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നത് നമ്മുടെ D01 നമുക്കിവിടെ കാണാൻ സാധിക്കും. D01 ഏറ്റവും താഴെ ഇതിൻ്റെ വീൽസ് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പിന്നെ മോട്ടർ അതിൽ തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാണാൻ സാധിക്കും. വീൽസ് കാണാൻ സാധിക്കും. അതിൻ്റെ അടുത്തൊരു മോട്ടർ കാണാൻ സാധിക്കും. ഇത്രയും അടുത്തു എന്നുള്ള വിഷ്വലാണിത് ഉണ്ടോ. വളരെ ദൂരമായിട്ട് D03 നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ കാണുന്നത് ഷിഫ്റ്റ് ഷോർ ക്രെയിനാണ്. നമ്മൾ വളരെ ദൂരമായിട്ട് കാണാൻ സാധിക്കുന്നത് ഉണ്ടോ. ഇത് ബർത്തിൻ്റെ ഭാഗമാണ്. ഷിഫ്റ്റ് ഷോർ ക്രെയിൻ STS1, STS2, STS3 ആൻഡ് STS4 ഇതെല്ലാം വളരെ ദൂരം എന്നുള്ള വിഷ്വലാണ് നമ്മളീ കാണുന്നത്. കാരണം അത് ബർത്തിൻ്റെ പോർഷനിലാണ്. നമ്മളിപ്പോൾ യാർഡിൽ നിന്നാണ് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഇത് സെൻസേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കായിരുന്നു. പിന്നെ കണ്ടെയ്നർ പിക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പിക്ക് ചെയ്യുന്ന ആ പോർഷനാണ് നമ്മളീ കാണുന്നത്. അതിലും ധാരാളം സെൻസേഴ്സ് ഉണ്ട്. കാരണം ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് ക്രെയിൻ നമ്മളീ കാണുന്ന ക്രെയിനെല്ലാം. നമ്മളിന്ന് കാണുന്നത് കാൻഡിലിവർ റൈൻമൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ D01 ബോട്ടം പോർഷനാണ് കാണുന്നത് നമ്മൾ. അതായത് ഇത് നമ്മൾ ഈ പറയുന്ന 4 വീൽസാണ് ഒരു പോർഷനകത്തുള്ളത്. ഈ 4 വീൽസ് മൂവ് ആവാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു മോട്ടർ കാണാൻ സാധിക്കും. ഈ 1, 2, 3, 4 സെറ്റ് ഓഫ് വീൽസ് ഇതിനകത്തുണ്ട്. ഈ 4 വീൽസിനും 4 സെക്ഷൻ ഓഫ് മോട്ടറും നമുക്കിവിടെ നിന്നും മൂവ് ചെയ്യണം കാണാൻ സാധിക്കും. ഇത്രയും വലിയ ക്രെയിൻസാണ് നമ്മൾ ഈ കാണുന്നത് ഉണ്ടോ. ഇത്രയും വലുതാണ്. ഇത് പിക്ക് ചെയ്യേണ്ട പോർഷൻ ഉണ്ടെന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ നല്ലൊരു വ്യൂ ആണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. ഏറ്റവും നല്ല വിഷ്വലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.
ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്ന യാർഡ് ക്രെയിൻസിന് ഒന്നും തന്നെ ക്യാബിൻ കാണാൻ സാധിക്കില്ല. കാരണം ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനാണ്. ഞാൻ നിൽക്കുന്ന PO ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ ഓപ്പറേറ്റിംഗ് റൂമുണ്ട് ഓൾറെഡി ഈ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് ഈ ക്രെയിനും ഈ പറയുന്ന റൂമും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിച്ചിട്ടാണ് കണക്ഷൻ വരുന്നത്. കുറച്ചുകൂടി പെർഫെക്റ്റ് ആണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിച്ചിട്ടുള്ള മൂവ്മെൻറ്റ്. കാരണം ആക്യുറസി കൂടും. അതാണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഇത് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. കാരണം ഓൾറെഡി ഇൻസ്റ്റാൾഡാണ് ഈ ക്രെയിൻ എല്ലാം തന്നെ. വളരെ വേഗത്തിലാണ് ക്രെയിൻ മൂവ് ആവുന്നതും. അവർ ഓപ്പറേഷനെ കുറിച്ച് തന്നെ വിവരിക്കുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഞാൻ പണ്ട് പഠിച്ച മൈക്രോ കൺട്രോളും മൈക്രോ പ്രോസസ്സറും എല്ലാം നമുക്ക് ഓർമ്മ വരുന്നുണ്ട് പ്രോഗ്രാം ചെയ്തിട്ടാണെന്ന്. പക്ഷേ ഓർമ്മ മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. നേരത്തെ പഠിച്ച് ബുക്ക് അടച്ചു വെച്ച സംഭവങ്ങളാണ് റിപ്പീറ്റായിട്ട് അവർ പറയുന്നത്. എവിടെയൊക്കെയോ കേട്ടതിൻ്റെ ഓരോർമ്മ. നിങ്ങളും ബിടെക് പഠിച്ച പലരും ഇതിനകത്ത് കാണും, അവർക്കെല്ലാം ഓർമ്മ കാണും. എവിടെയൊക്കെയോ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ സിസ്റ്റമാണ് നമുക്ക്. എല്ലാം പ്രോഗ്രാംഡാണ്, വേറെ ഒന്നുമില്ല. വളരെ സിമ്പിളാണ്. പ്രോഗ്രാമാണ്, ഓട്ടോ പ്രോഗ്രാം വെച്ച് റൺ ചെയ്യുന്നു. പിന്നെ ഇതൊരു പോർട്ട് ഓഫീസിനകത്തിരുന്നാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അത് STS ക്രെയിൻ ആയിക്കോട്ടെ, യാർഡ് ക്രെയിൻ ആയിക്കോട്ടെ. ഒരു STS ക്രെയിന് 3 യാർഡ് ക്രെയിൻ എന്നാണ് അവർ കണക്ക് പറയുന്നത്. ഒരു STS ക്രെയിനിന് ബാക്കപ്പായിട്ട് വർക്ക് ചെയ്യാൻ 3 യാർഡ് ക്രെയിൻ വേണം. അങ്ങനെ 8 STS ക്രെയിനിന് 3 × 24 യാർഡ് ക്രെയിൻ. അങ്ങനെയാണ് ടോട്ടൽ 32 ക്രെയിനാണ് ഫസ്റ്റ് ഫേസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി 11 ക്രെയിനും 11 യാർഡ് ക്രെയിനും 4 STS ക്രെയിനുമാണ് നമ്മളെ മുന്നിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ യാർഡിൻ്റെ പോർഷനിൽ മാത്രമാണ് ഈ വീഡിയോ കൊണ്ടുപോകുന്നത്, ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിൽ പോകാനുള്ള ബെർത്തിൻ്റെ സൈഡിലൊന്നും പോകുന്നില്ല. കാരണം ഇവിടെയുള്ള വർക്ക് അപ്ഡേഷനൊക്കെ നമ്മൾ എല്ലാ ആഴ്ചയും അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. ഇത്രയും അടുത്തു നിന്നല്ല, വളരെ ദൂരെ നിന്ന് അപ്ഡേഷൻ എടുക്കുന്ന കാരണം നമുക്ക് ഏതാണ്ട് 90% പോർട്ടിൻ്റെ വർക്ക് എന്നെപ്പോലെ തന്നെ നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകർക്കും അപ്ഡേറ്റഡ് ആണ്, അറിയാം. അത് കാരണം പോർട്ടിനകത്ത് കയറാൻ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയെല്ലാം അപ്ഡേഷൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്കും അറിയാം, കാണുന്നവർക്കും അറിയാം. അതൊരു പ്രതീക്ഷ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ വീഡിയോ ഈ പെർമിഷൻ തന്നിട്ടുള്ളത് യാർഡിൻ്റെ പോർഷൻ മാത്രമാണ് നമുക്ക് പെർമിഷൻ തന്നിട്ടുള്ളത്. ഈ ക്രെയിനിൻ്റെ സൈഡിൽ ഇവിടെ മാത്രം പുറത്തു നിന്നുള്ള ഷൂട്ടിങ് മാത്രമാണ് നമുക്ക് അലോഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് കയറാനോ വേറെ ഒന്നിനും പെർമിഷൻ നമുക്കില്ല. ബെർത്തിൻ്റെ അങ്ങോട്ട് പോകാൻ പെർമിഷൻ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും വീഡിയോ കൊണ്ടുപോകുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട്. അപ്പോൾ അവരങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ വയ്ക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മളങ്ങനെ വീഡിയോ കൊണ്ടുപോകുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ യാർഡ് മാത്രം കവർ ചെയ്തിട്ടുള്ളത്, ഇതിനപ്പുറത്തേക്ക് പോകാത്തത്. പിന്നെ ഇപ്പുറത്ത് കണ്ട നമ്മൾ ഈ പറയുന്ന നാച്ചുറൽ അവിടെയൊക്കെയാണ് നമ്മൾ വീഡിയോ കൊണ്ടുപോയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ബെർത്തിലോട്ടോ വേറൊരു പോർഷനിലേക്കും നമ്മൾ വീഡിയോ കൊണ്ടുപോകുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഈ രീതിയിലോട്ടായിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഈ അകത്തൊരു വ്യൂ നമ്മൾ കാണുമെന്ന് പ്രതീക്ഷയല്ല, നല്ലൊരു വ്യൂ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വശത്ത് മാത്രം വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോടൊപ്പം തന്നെ നമ്മൾ പോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വിഷ്വലുണ്ട്. ആ റോഡ്സൊക്കെ, നമ്മൾ ഈ കാണുന്ന റോഡ്സൊക്കെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണുന്നതും അവിടെ നടക്കുന്ന വർക്കിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ അതുകൂടി ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയൊരു ലെന്തുള്ള വീഡിയോ ആയിട്ട് മാറും. അത് ഉടൻ തന്നെ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ ഉറപ്പായിട്ടും സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.